40 രൂപ. അതായത് സാർ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഭാര്യ എനിക്ക് ബീഡി വാങ്ങിക്കാൻ പൈസ തരുന്നില്ല. എനിക്ക് ഇപ്പൊ ഇലക്ഷൻ വരണ ശരിക്ക് ബീഡിയുടെ ആവശ്യമുണ്ട്. എനിക്ക് 2 പാക്കറ്റ് ബീഡി ഉണ്ടെങ്കിൽ ഏകദേശം ഇലക്ഷൻ ടൈം എനിക്ക് പിടിച്ചു നിൽക്കാം. അപ്പൊ 2 പാക്കറ്റ് ബീഡിക്കാണ് ഞാൻ ഈ 40 രൂപ എനിക്ക് ലോണ് സാർ തരേണ്ടത്. മക്കളൊക്കെ എത്ര മക്കളുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് എത്ര എണ്ണം? അത് 2-3 എണ്ണമൊക്കെ ഉണ്ട്. ആണാണോ പെണ്ണാണോ? അതിപ്പോ പറയുകയാണെങ്കിൽ 2 ആണും 2 പെണ്ണും ആണെന്ന് തോന്നുന്നു. അതൊന്ന് സാറേ ഒരു സംശയം പോലെ. ഭാര്യമാര് എന്ന് പറയുമ്പോഴേ നമുക്കിപ്പോ ഒരു ഭാര്യ ഉള്ളൂ. നമുക്ക് ഒരു ഭാര്യ തന്നെ കൂടുതലാണ് ഈ കാലം. എന്റെ ആധാർ കാർഡ് ഉണ്ട്. ഈ മട്ടൻ ഒരു കല്യാണത്തിന് പോയി മട്ടൻ കഴിച്ചപ്പോ എന്റെ പല്ലില് കുത്തിയപ്പോ പൊട്ടിപ്പോയി. ഇതാ ആധാർ കാർഡ് ഒരു 4 പീസായിപ്പോയി. അത് പറ്റൂ സാറേ? ബാങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. സാറേ ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചു, പക്ഷെ അത് എക്സ്പയർ ആയിപ്പോയി. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റാണ്. ഹലോ, ഗുഡ് ഈവനിങ്. അതെ, ഒരു ലോണിന് അപ്ലൈ ചെയ്തായിരുന്നു. അതിന്റെ ഏതാണ്ട് പ്രോസസിംഗ് എല്ലാം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് സാറിന്റെ കയ്യിൽ നിന്ന് 1-2 സൈൻ വാങ്ങിക്കണമായിരുന്നു. പക്ഷെ ഞാൻ സാറിന്റെ വീട് ലൊക്കേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 1 മണിക്കൂറോളം എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്ന് ആ ലൊക്കേഷൻ ഒന്ന് പറയൂ സാറേ പ്ലീസ്. 1 മണിക്കൂർ കറങ്ങേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പോ ഇവിടെ SM ലോക്കിന്റെ അടുത്തുണ്ട് സാറേ. SM ലോക്ക് അവിടെ ഒരു മുസ്ലിം പള്ളി ഇരിക്കുന്നുണ്ടാ? അതെ. ആ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വരിക. നിങ്ങൾ ഹൈവേന്ന് വരുമ്പോ കുറച്ച് മുമ്പോട്ട് വരിക. അപ്പൊ ഒരു പാലം കാണും. പാലം കഴിഞ്ഞ് ഇടത്തോട്ടൊരു കട്ടിങ് ഉണ്ട്. അതുവഴി താഴെ ഇറങ്ങി വന്നാൽ എന്റെ വീടാണ്. അതെ, ലെഫ്റ്റ്. മനസ്സിലായല്ലോ. 1 മണിക്കൂർ കറങ്ങട്ടെ, യാതൊരു കാര്യമില്ല. വന്നോളൂ. ഹലോ. ചുറ്റിയാ 1 മണിക്കൂർ? ഇതാണ് വീട്. ഞാൻ ഒരുപാട് ചുറ്റി കേട്ടോ. 1 മണിക്കൂർ ചുറ്റേണ്ട കാര്യമില്ല. ആദ്യം ചോദിച്ചാലും പറഞ്ഞു തരുമായിരുന്നല്ലോ. ഒരു വണ്ടി അകത്ത് വെച്ചിട്ട്. ഇതിന് സുഖം തന്നെ സാർ. സുഖം. അല്ല, കുറച്ചു നേരം അലഞ്ഞതിന്റെ ഉണ്ടോ ഒരു ഇതുണ്ട്. വീട് കണ്ടുപിടിച്ചല്ലോ സാർ. മൈ സെൽഫ് ഇൻട്രൊഡ്യൂസിങ്, ഐ എം പ്രശാന്ത്. ഹലോ. മൈ സെൽഫ് ഇൻട്രൊഡ്യൂസിങ്, ഐ എം നൗഫൽ. ഓക്കെ, താങ്ക് യു സാർ. സാറ് നമ്മുടെ ബാങ്കില് ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നില്ലേ സാറേ? അതെ. ഈ വീട് എത്ര വർഷമാവും സാറേ ഈ വീട്? സാറിന്റെ സ്വന്തം വീട് തന്നെയാണ്? പിന്നെ സ്വന്തം വീട്, എന്റെ സ്വന്തം വീടാണ്. എങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് പഴക്കമുണ്ട്. 15-20 വർഷത്തെ പഴക്കമുണ്ട്. നമ്മള് വരുമ്പോ ഇവിടെ വെറും കാടായിരുന്നു. കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ജീവിച്ചു. മക്കളൊക്കെ എത്ര മക്കളുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് എത്ര എണ്ണം? അത് 2-3 എണ്ണമൊക്കെ ഉണ്ട്. ആണാണോ പെണ്ണാണോ? അതിപ്പോ പറയുകയാണെങ്കിൽ 2 ആണും 2 പെണ്ണും ആണെന്ന് തോന്നുന്നു. അതൊന്ന് സാറേ ഒരു സംശയം പോലെ. അല്ല, തന്നെ 2 ആണും 2 പെണ്ണും തന്നെ. ശരി, ഭാര്യമാരെത്ര വരും? അങ്ങനെ ഈ സംശയം അങ്ങനെ പറഞ്ഞാണ്. ഭാര്യമാര് എന്ന് പറയുമ്പോഴേ നമുക്കിപ്പോ ഒരു ഭാര്യ ഉള്ളൂ. നമുക്ക് ഒരു ഭാര്യ തന്നെ കൂടുതലാണ് ഈ കാലം. നമ്മള് ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ എന്തിനു ഇതൊക്കെ, നമുക്ക് ഒന്നിനെ കൂടുതലാണ്. സാർ, ഈ കറണ്ട് ബില്ലൊക്കെ എങ്ങനെ? കറണ്ട് ബില്ല് അടയ്ക്കും, അല്ലെങ്കിൽ പിന്നെ കറണ്ട് ഇല്ലാതെ ഇരുട്ടായി പോലെ. ഫാൻ ഇല്ലാതെ ജീവിക്കാൻ കൊതുകുകളൊക്കെ. നമ്മൾ കറണ്ട് വേണം. ഞാൻ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കും. കറണ്ട് ഉണ്ടോ? കറക്റ്റ് ആണോ? സാറിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ എനിക്കൊന്ന് വെരിഫൈ ചെയ്യണമായിരുന്നു സാർ. അതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ആധാർ കാർഡ് പിന്നെ എന്റെ ആധാർ കാർഡ് ഉണ്ട്.
ഈ ഈ മട്ടൻ ഒരു കല്യാണത്തിന് പോയി മട്ടൻ കഴിച്ചപ്പോ എന്റെ പല്ലില് കുത്തിയപ്പോ പൊട്ടിപ്പോയി. ഇതാ ആധാർ കാർഡ് ഒരു 4 പീസായിപ്പോയി. അത് പറ്റൂ? സാർ ബാങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. ചിലപ്പോ വൈഫിന്റെ ഫോട്ടോ കോപ്പി കാണുമല്ലേ? പക്ഷെ എനിക്ക് എന്തായാലും ഒറിജിനൽ വേണം. അത് സാർ സാർ ഇപ്പൊ ഫോട്ടോ കോപ്പി ഒന്ന് വെരിഫൈ ചെയ്യാം. സാർ ഒന്ന് കൊണ്ടുവരണം. ശരി. അപ്പൊ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ഇപ്പൊ ചായ അല്ല കുഴപ്പമില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ഓക്കെ. സാർ വെള്ളം കൊണ്ടുവന്നല്ലേ? കുടിക്കും സാർ. വേറെ ഇനിയിപ്പോ ആരും ഇല്ല ചായ ഇടാനേ. ഇടണമെങ്കിൽ ഞാൻ തന്നെ കയറണം. ഇപ്പൊ ഭാര്യ വരുമ്പോഴും ഞാൻ തന്നെയാണ് ചായ ഒക്കെ ഇട്ട് കൊടുക്കണതേ. അതാ. അപ്പൊ മാഡത്തിന്റെ പേര്? പേര് അവളെ പേര് ഇത് ഉണ്ട്. ഇത് അവളെ പേര് തന്നെ ഇരിക്കുന്നത്. വീടൊക്കെ മാഡത്തിന്റെ പേരിലാണ്. സാർ ആധാർ കാർഡ് ഡീറ്റെയിൽസ് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിട്ട് വാങ്ങിക്കണം സാർ. അതൊന്ന് ഓക്കെ. സെൻസ് ഇത് ആ പൊട്ടിയ സാധനം വേണ്ടല്ല, പല്ല് കുത്തിയപ്പം പോയത്. ഇല്ല സാർ, അത് വേണ്ടല്ല. അത് കൊള്ളാം. വേണ്ടേ? ഇല്ല, അത് വേണ്ട. ശരി. സാർ അതിന്റെ പ്രമാണം മാഡത്തിന്റെ പേരിൽ? മാഡത്തിന്റെ, എന്റെ വൈഫിന്റെ പേരിലാണ്. ഓക്കെ. അതിന്റെ കോപ്പിയേ ഉള്ളത്. അത് മതിയല്ലേ? ഇതിന്റെ മുൻ പ്രമാണം അതൊക്കെ തായ് പ്രമാണമൊക്കെ ഉണ്ട്. അത് തള്ളേരെ കയ്യിൽ നിന്നാണ് തോന്നുന്നത്. അതെങ്കിലും തായ് പ്രമാണം ഇപ്പൊ സാറിന് ഇത് വെച്ച് പറ്റൂലേ? അത് നോക്കാം. ഞാൻ ഓൺലൈനിൽ ചെയ്യണം. ഇപ്പൊ സാർ ഇത് ഓൺലൈനിലാണോ ചെയ്യണത്? അതെ സാറേ, ഓൺലൈനിലാണ്. അപ്പൊ ഇതില് ഒരു പി എന്ന ഒരു സംഭവം വരുമോ? അത് കുറച്ച് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ വരും. അപ്പോൾ സാർ അത് എനിക്ക് OTP ഒന്ന് പറഞ്ഞു തന്നാ മതി. OTP ആണല്ലേ? PPP അല്ല, OTP ആണ് സാർ. മാറിപ്പോയി. പൈസക്ക് അത് അത്യാവശ്യം. സാറിന് പൈസക്ക് ഇപ്പൊ എന്താണ് സാർ അത്യാവശ്യം? എന്താണ് സാർ ഇപ്പൊ പൈസ? അതായത് നമ്മുടെ ഇലക്ഷനൊക്കെ വരെയല്ലേ? ഓക്കെ. ഞാൻ വീഡിയോ ആണ് വലിക്കുന്നത്. വീഡിയോ വലിക്കുന്നത്? സോറി വലിക്കാറില്ലല്ലേ? ഞാൻ വീഡിയോ ആണ് വലിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇലക്ഷൻ വരുമ്പോഴും നമ്മുടെ ഇപ്പൊ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുമ്പോ അവര് ഇഷ്ടം പോലെ ചായയും പരിപ്പോടെയൊക്കെ വാങ്ങിച്ചു തരും. അപ്പോ ഈ ചായയും പരിപ്പോടെയും നമുക്ക് കഴിക്കാം. പക്ഷെ എങ്കിലും എല്ലാ സാധനവും അവരില് ചായ കട്ടൻ ചായയാണ് കേട്ടോ കൂടുതലും തരണം. കട്ടൻ ചായയാണ് കൂടുതൽ തരണം. പക്ഷെ നല്ലതാണ്. കഫം ഉണ്ടാവില്ല കട്ടൻ ചായക്ക്. കഫമില്ല. ഈ 15-20 വർഷമാവും. അന്ന് ഇവിടെ കാട്. സാർ നേരത്തെ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. അതിന്റെ ആവശ്യം ഇപ്പോഴാണ് സാറിന് ഒരു അത്യാവശ്യം. അത് ഇലക്ഷൻ വന്നുകൊണ്ടല്ല. സാർ എത്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു? അതിപ്പോ OTP ഒന്നാ. OTP വന്നാ നോക്കൂ. വന്നു 62541. 541. അപ്പോ ഇനി ഞാന് കോൾ വരും സാർ. ഹലോ, ഞാന് തിരക്കിലാണ്. മോള് ഗൾഫിന്ന്? അവള് രണ്ട് മോളും 2 മോനുമാണ്. അപ്പോഴ് പിന്നെ ഇത് പക്ഷെ സ്നേഹം 5 പൈസ തരൂല്ല.
പൈസ എന്ത് വേണോ നമ്മൾ ലോൺ എടുത്തോളാം. ഓക്കെ, അങ്ങനെ. അല്ലാതെ പിന്നെ ഒരു നേരത്തെ ആഹാരം പോലെ ഈ പിള്ളേരൊന്നും മാറ്റി തരൂല. പിന്നെ എന്റെ ഭാര്യ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ജീവിക്കണം. അവള് ജോലി ചെയ്യണോണ്ട് അവള് കൊണ്ട് തരുമല്ലോ. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നാ മതി. അപ്പോ OTP ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന ഇനിയിപ്പോ എന്താണ് സാർ ചോദിച്ചല്ലോ എന്തോ? അല്ല, ഞാൻ താമസം ഇവിടെയാണ് സാർ. എവിടെ? സാറിന്റെ വീട് എവിടെയാണ്? അമ്പലമുക്ക് തന്നെ? അമ്പലമുക്ക്. അതെ. അത് എങ്ങനെ, എത്ര മക്കള്, ഭാര്യയൊക്കെ? സാറേ, ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചു, പക്ഷെ അത് എക്സ്പയർ ആയിപ്പോയി. എക്സ്പയർ ആയിപ്പോയി. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റാണ്. ഇല്ല, ഇപ്പം അത് പോയി. അപ്പം പിന്നെ ഞാൻ രണ്ടാമത് ഇപ്പം ഒരെണ്ണം കഴിച്ചു. രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ഇപ്പം കഴിച്ചാ? പിന്നെ അതിന്റെ എങ്ങനെയാണ് എക്സ്പയർ ഡേറ്റ് ഒക്കെ നോക്കി തന്നെ എടുത്തത്? കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ റണ്ണിങ്ങിലാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. തന്നെ? അത് നോക്കി പത്തൊക്കെ ഉപയോഗിച്ചാ കൊള്ളാം. അപ്പോ നമ്മളെ ലോണിന്റെ കാര്യം എന്തായി സാറേ? സാർ, ലോണിന്റെ കാര്യം നമുക്ക് ഇപ്പൊ OTP ഒന്നുമില്ല. അപ്പൊ അതിന്റെ പ്രോസസ്സിംഗിലാണ്, ഓൺ പ്രോസസ്സിംഗിലാണ്. എന്തായാലും ഒരു അല്പ സമയം ഒന്ന് സാർ വെയിറ്റ് ചെയ്യാം, ഞാൻ ഒന്ന് ശരിയാക്കി തരാം. ഓക്കെ, താങ്ക് യു സാർ. ഞാന് ഇതൊക്കെ ഇവിടെ വേണമല്ലോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ സാർ. സാർ, മറ്റേ ആധാർ കാർഡ് സാർ പറഞ്ഞില്ലേ, അതൊന്ന് ഒന്നുകൂടെ ഇപ്പൊ സാർ ഇപ്പൊ അതിന്റെ സാറ് വേറെ ഒപ്പിടണോന്ന് പറഞ്ഞല്ല ഫയൽ എന്താ? ഓ, അത് ഒപ്പിടണം സാർ. അത് ഒപ്പിടാ. എനിക്കാണെങ്കിൽ ഒപ്പിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലല്ലേ? ഓ, സാറിന്റെ പേന ഇല്ലല്ലോ? ഇല്ല സാർ. എവിടെയാണ് സാർ? ഇവിടെ. ഈ വീട്ടിൽ പൈസക്ക് ഇത്ര ഒപ്പല്ലേ? ഒരുപാട് ഒപ്പിടുന്നുണ്ട്. കാരണം സാറ് നമ്മളിപ്പം ലോണിന് സാറിന് ഇപ്പോഴല്ലേ കാണും, ലോൺ തന്നാൽ ഞാൻ കാണില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ പേപ്പർ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി എന്തെങ്കിലും അടുത്ത ഒരു നടപടിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് വാങ്ങി ഇത്രയും ഇതല്ലേ സാർ? അത് ഒരു ബാങ്കിന്റെ നടപടികളാണ് സാർ, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാർ, ഇവിടെ കൊള്ളാം, സാറിന്റെ ഒപ്പ് കൊള്ളാം കേട്ടോ, സൂപ്പർ. എന്ത് സാർ? ഇല്ല, അവിടെ ഒരു ശബ്ദം കേട്ടോ, അതുകൊണ്ട് നോക്കി. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ സാർ, ഞാൻ നേരത്തെ സാറിന്റെ അടുത്ത് സാർ എത്ര എമൗണ്ട് ആണ് എടുക്കുന്നത് നേരത്തെ ചോദിച്ചു, പക്ഷെ സാറ് പറഞ്ഞില്ല. അത് എമൗണ്ട് എന്ന് പറയുമ്പോ 40 രൂപയാണ് ആവശ്യം. 40 ലക്ഷം അല്ലേ? 40 ലക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. 40 ലക്ഷം വേണ്ട, 40 രൂപയാണ് വേണ്ടത്. 40 രൂപ എന്ന് പറയുമ്പം 40,000 രൂപ. അയ്യേ, 40,000 രൂപയൊക്കെ ലോൺ എടുത്ത എന്റെ വൈഫ് എന്നെ കുറ്റം പറയില്ലേ? 40 രൂപ മനസ്സിലായി. 40 രൂപ. അതായത് സാർ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഭാര്യ എനിക്ക് ബീഡി വാങ്ങിക്കാൻ പൈസ തരുന്നില്ല. എനിക്ക് ഇപ്പൊ ഇലക്ഷൻ വരണ ശരിക്കും ബീഡിയുടെ ആവശ്യമുണ്ട്. എനിക്ക് 2 പാക്കറ്റ് ബീഡി ഉണ്ടെങ്കിൽ ഏകദേശം ഇലക്ഷൻ ടൈം എനിക്ക് പിടിച്ചു നിൽക്കാം. അപ്പൊ 2 പാക്കറ്റ് ബീഡിക്കാണ് ഞാൻ ഈ 40 രൂപ എനിക്ക് ലോണ് സാർ തരേണ്ടത്. സാർ, ഞാനൊരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് സാർ. അപ്പൊ സാറ് മനസ്സിലാക്കേണ്ടത് എന്റെ വളരെ വിലപ്പെട്ട സമയമാണ് സാർ ഇങ്ങനെ സാറ് എനിക്ക് മനസ്സിലായി. 40 ലക്ഷമാണോ അത് 40,000 ആണോ? ഇല്ല, 40 രൂപ. എനിക്ക് 40 രൂപ. എനിക്ക് രണ്ട് പാക്കറ്റ് ബീഡിക്ക് 40 ലക്ഷം ഒക്കെ എന്തിനാ സാർ? വെറും ഈ 40 രൂപയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് 40 രൂപയുടെ ആവശ്യമാണുള്ളത്. എനിക്ക് പിന്നെ സാർ 40 രൂപയാണെങ്കിൽ എനിക്ക് സാർ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ എന്റെ ഈ ഡ്യൂട്ടി സമയത്തിന് ഇത്രയും ദൂരം കറങ്ങി ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഇത്രയും സമയം ചെലവഴിച്ചിട്ട് എനിക്കത് പറ്റില്ല സാർ. അങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. 40 രൂപ അങ്ങനെ അതൊന്നും ചെയ്യാൻ പറ്റില്ല സാറിന്. ശരിയുള്ള അങ്ങനെ ഒരു ബാങ്കിൽ സമീപിക്കേണ്ട ആവശ്യമില്ലല്ലോ സാറിന് 40 രൂപ. എനിക്ക് ആവശ്യമുള്ളതല്ലേ ചോദിക്കാൻ പറ്റൂ സാർ. എനിക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ കൂടുതൽ ഇപ്പൊ പാസ്സായില്ലേ? നിങ്ങൾ ലോൺ പാസ്സായി, OTP വന്നതാ, പാസ്സായി. ഞാൻ പിന്നെ
ലക്ഷത്തിനാണ് ഞാനതിപ്പോ അയ്യോ 40 ലക്ഷം ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ അത് സെറ്റ് ആക്കിയിട്ടിരിക്കും. ഇല്ല 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 ഇല്ല, എനിക്ക് വെറും 40 രൂപ 2 പാക്കറ്റ് കാജാ ബീഡിക്കൊന്നും 40 ലക്ഷം രൂപ ഒന്നും കൊടുക്കണ്ട. ഒരു പാക്കറ്റ് കാജാ ബീഡിക്ക് 20 രൂപയേ ഉള്ളൂ. എനിക്ക് 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഇലക്ഷൻ തീർന്നവരെ പിന്നെ ചായയും പരിപ്പോടെ അവര് തരും. എനിക്ക് അതിന്റെ ആവശ്യമുള്ളൂ. എനിക്ക് ഗവൺമെന്റ് പൈസ ഈ ഗവൺമെന്റ് ആണല്ലോ, നിങ്ങളല്ലല്ലോ തന്നത്, നിങ്ങളാ തരുന്നത്. ഇല്ല സാർ, അതല്ല ഇത്. പക്ഷെ അത് ശരിയായില്ല സാറിന്. 40 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ ഈ ബാങ്കിനെ സമീപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു സാർ. സാർ 40 രൂപയാണെങ്കിൽ സാർ ഞാൻ വേണമെങ്കിൽ സാറിന് ഞാൻ ഗൂഗിൾ പേ ഇട്ടേനെ സാറേ. അല്ലാതെ എനിക്ക് സാർ എന്റെ ഈ സമയത്തിന് സാർ എന്നെ വിളിച്ച് ഗൂഗിൾ പേ ഇടാനേ അത് നിങ്ങളെ പൈസ അല്ലേ. ഞാൻ അന്തസ്സുള്ള മനുഷ്യനാണ്. ഞാൻ 5 പൈസ ഒരുത്തരുടെ നിന്നും കൈനീട്ടി വാങ്ങിക്കൂല. ഇത് ലോൺ, ഇത് ഗവൺമെന്റ് പൈസ എനിക്ക് അവകാശപ്പെട്ടതാണ്. എനിക്ക് വാങ്ങിക്കാം, അടയ്ക്കാം. എനിക്ക് 40 രൂപ തന്നാ മതി. എനിക്ക് 40 രൂപയുടെ ആവശ്യമുള്ളൂ. അല്ലാതെ എനിക്ക് ലോണായിട്ട് ചെയ്യാൻ പറ്റില്ല സാർ. ഇത് വലിയൊരു കഷ്ടമാണല്ലോ സഹോദര. ഇല്ല സാർ, സോറി. അത് ഇപ്പോ ലോണ് പാസ്സായി, ഇനിയിപ്പോ ഇതിപ്പോ അല്ലേ OTP ഒക്കെ വന്നൊക്കെ. 40 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ലോൺ പാസ്. അയ്യോ, എനിക്ക് 40 ലക്ഷം വേണ്ട. എനിക്ക് വീഡിയോ വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയാൽ അത് 2 പാക്കറ്റ് മതി സാർ. 40 രൂപ ആണെങ്കിൽ ഞാൻ തരാം സാർ. എനിക്ക് നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട. 40 രൂപ ആണെങ്കിൽ ഞാൻ തരാം സാർ. അല്ലാതെ എനിക്ക് പിന്നെ ഈ എന്റെ ബാങ്ക് ടൈമില് സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇത്രയും സമയം സാറിന് ചെലവഴിച്ചിട്ട് 40 രൂപയ്ക്ക് എന്നെ വിളിച്ചത് വളരെ മോശമായിപ്പോ സാർ. എന്തോന്ന് മോശം? നിങ്ങളെ ജോലിയല്ലേ, നിങ്ങൾക്ക് ശമ്പളം ഗവൺമെന്റ് അല്ലേ തരണം. അത് ശരിയാണ് സാർ. ഗവൺമെന്റ് നിങ്ങൾക്ക് ശമ്പളം തരല്ലേ, ഫ്രീ അല്ലല്ലോ സാറേ. അത് ശരിയാണ് സാറേ. പക്ഷെ എനിക്ക് 40 രൂപ എനിക്ക് ലോൺ വേണം. 40 രൂപയുടെ എനിക്ക് ആവശ്യമുണ്ട്. പോലീസുമായിട്ട് എന്റെ ഭാര്യ എനിക്ക് പൈസ ഒന്നും തരൂല. ഇത് എന്റെ ആവശ്യങ്ങൾക്ക് പോലീസ് അറിയിക്കേണ്ടി വരും. കാര്യം ഇത് ശരിയാവില്ല. കാര്യം എനിക്കിപ്പോ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. എനിക്ക് കാജാ വീഡിയോ വാങ്ങിയാൽ ഈ 40 രൂപ നിങ്ങൾ തരണം. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ അന്തസ്സുള്ള എന്റെ അച്ഛാരെന്നറിയോ നിങ്ങൾക്ക്? ഇല്ല സാർ, ഞങ്ങൾ നല്ല കുടുംബത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് ഇപ്പൊ എന്റെ ഭാര്യ പൈസ തരാത്തത് കൊണ്ടാണ് ഞാൻ ലോൺ എടുക്കേണ്ടി വന്നത്. അവള് പിന്നെ അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് പറയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരുത്തരുടെയും ഫ്രീ ആയിട്ട് 5 പൈസ ഞാൻ വാങ്ങിക്കൂല. എനിക്ക് ലോൺ തരണം. അത് ഗവൺമെന്റ് പൈസ എനിക്ക് അടച്ചു കൊടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. സോറി സാർ, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് എന്തായാലും പിന്നെ സാറെ കാണിച്ചത് എന്തായാലും മോശമാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ, എന്റെ ലൈഫിൽ, എന്റെ ഈ ഒരു കരിയറിൽ എനിക്കിപ്പോ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്തോ പൈസ സാറിന്റെ ഫയൽ ഇതായിരിക്കും സാർ. ഇല്ല, അത് കുഴപ്പമില്ല. അത് എനിക്ക് ആവശ്യമില്ല സാർ. അത് ശരിയാവില്ല. എന്തോന്നത് സാർ? എനിക്ക് 40 രൂപ ലോൺ തരണം സാർ. 40 രൂപ പാസ്സാക്കി തരണം സാർ. ലൈഫിൽ ഇത്രയും ഞാൻ ഒരു കസ്റ്റമറിനെ ആദ്യമായിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് സാർ. ലോൺ പാസ്സാക്കി തന്നിട്ട് സാർ. ലോൺ പാസ്സാക്കണം സാർ. സാർ ലോൺ പാസ്സാക്കി തരണം സാർ. ലോൺ പാസ്സാക്കി തരണം സാർ.